രാസവളം സബ്സിഡി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷക സംഘം പ്രക്ഷോഭത്തിലേക്ക്. കട്ടപ്പന തൊടുപുഴ നെടുങ്കണ്ടം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നാളെ മാർച്ചും ധർണയും നടത്തുമെന്ന് കർഷക സംഘം ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സബ്സിഡി വെട്ടിക്കുറച്ച് രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ച മോദി സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെയാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 15-ാം തീയതി കട്ടപ്പന തൊടുപുഴ നെടുങ്കണ്ടം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. കട്ടപ്പനയിൽ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗവും MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CB വർഗീസ്, നേതാക്കളായ മാത്യു ജോർജ്, ബേബി മാത്യു, PB സബീഷ്, സിത്താര ജയൻ എന്നിവർ സംസാരിക്കും. തൊടുപുഴയിൽ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും. PP ചന്ദ്രൻ, മുഹമ്മദ് ഫൈസൽ, ആശാ വർഗീസ്, PD സൂമോൻ എന്നിവർ സംസാരിക്കും. നെടുങ്കണ്ടത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NB ബേബി ഉദ്ഘാടനം ചെയ്യും. TK ഷാജി, P രവി, KB വരദരാജൻ, ജോളി ജോസ് എന്നിവർ സംസാരിക്കും. ഏതാണ്ട് 40%-ഓളം കൃഷിക്കാർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന രാസവളത്തിന്റെ സബ്സിഡി, വിലക്കുറവ്, സൗജന്യം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാർഷിക മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ഗണ്യമായ വിധത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ ജനവിരുദ്ധമായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 4 പോസ്റ്റ് ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരള കർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ 10 മണിക്ക് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ്. 2 വർഷത്തിനിടെ വളം സബ്സിഡിയിൽ 84,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. 2023-24 സബ്സിഡിക്ക് 2.51 ലക്ഷം രൂപ ചിലവഴിച്ചപ്പോൾ ഇത്തവണ ബജറ്റിൽ വകയിരുത്തത് 1.67 ലക്ഷം കോടി മാത്രമാണ്. മിനിമം താങ്ങുവില പോലും നൽകാതെയും സബ്സിഡി വെട്ടിക്കുറച്ചും കേന്ദ്രം കർഷകരെ വഞ്ചിക്കുകയാണ്. GDP-യുടെ 19% സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയെ തകർക്കാനുള്ള നീക്കമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാത്യു ജോർജ്, KN വിനീഷ് കുമാർ, KP സജി, PP സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കട്ടപ്പന.